നേരെ 12 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ ഈ ദ്വാദശേതാനി നാമാനി എന്നാണ് പറയുന്നത്. ദ്വാദശേതാനി നാമാനി അത് നിത്യേന അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ എന്താണോ അതില്ലാതെയായിട്ട് തീരും. അതേപോലെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഇപ്പൊ നമുക്കൊരു ജോലിയാണെങ്കിൽ ജോലി, അതല്ല നമുക്ക് ഉത്തമയായിരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യ, സന്താനമാണെങ്കിൽ സന്താനം. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. 12 നാമങ്ങള് ദ്വാദശനാമങ്ങൾ എന്ന് പറയും. അപ്പൊ ദ്വാദശനാമങ്ങള് നേരെ വിഷ്ണു ഭഗവാന്റെ 12 നാമങ്ങളുണ്ട്. വിഷ്ണു ഭഗവാന് നിരവധി നാമങ്ങളുണ്ട്, 16 നാമങ്ങളുണ്ട്. അതേപോലെ പിന്നീട് നേരെ സഹസ്രനാമങ്ങളുണ്ട്, 108 നാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംക്ഷിപ്തമായിട്ട് 12 നാമങ്ങളുണ്ട്. ആ 12 നാമങ്ങള് നമുക്ക് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അച്യുതൻ, കേശവൻ, മാധവൻ തുടങ്ങിയിരിക്കുന്ന 12 നാമങ്ങള് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോഴൊക്കെ ജപിക്കാം. അപ്പൊ അത് നേരെ ആ 1008 നാമങ്ങളുടെ ഒരു ചെറിയ സംക്ഷിപ്തമായിട്ടാണ് വരിക. അപ്പൊ അതില് നേരെ അത് കൂടുതലും ശ്രീകൃഷ്ണ സംബന്ധമാണ് ഈ 12 നാമങ്ങൾ. വിഷ്ണുവിന്റെ ആണെങ്കിൽ പോലും അവതാര വിഷ്ണുവിന്റെ ആയിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 12 നാമങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് 12 നാമങ്ങൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അതാണ് ദ്വാദശ നാമങ്ങൾ എന്ന് പറയാൻ കാരണം. അപ്പൊ ദ്വാദശ നാമങ്ങൾ എന്ന് പറയുമ്പോൾ നേരെ അത് ശ്രേഷ്ഠമായിരിക്കുന്ന 12 കഴിഞ്ഞാല് അപ്പോ നേരെ 108 വരണമെങ്കിൽ തന്നെ അതിന്റെ 9ലേക്ക് ഗുണിതം വരണം. 29 നേരെ 8 9 2 18 പിന്നെ 108 നാമങ്ങൾ. അപ്പൊ 12 × 9 അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഈ ദ്വാദശ നാമങ്ങള് 12 നാമങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് ചെല്ലാൻ സാധിക്കും. കൃഷ്ണ സംബന്ധിയാണ് കൂടുതൽ നാമങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് നേരെ കൃഷ്ണ പ്രധാനമായിരിക്കുന്ന നാമങ്ങളാണ്. വിഷ്ണുവിന്റെ നാമങ്ങള് നേരെ നിരവധി മറ്റു നാമങ്ങൾ വരുമെങ്കിലും ഇത് കൃഷ്ണ സംബന്ധിയാണ്. അച്യുതൻ, മാധവൻ, ഗോവിന്ദൻ, കേശവൻ, വധൂതൻ അങ്ങനെയുള്ളതായിരിക്കുന്ന കൃഷ്ണ സംബന്ധിയായ നാമങ്ങളാണ്. അപ്പൊ അത് വരുമ്പോ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഈ 108 നാമങ്ങളുടെ ഒരു സംക്ഷിപ്തമാണെന്നാണ് പറയാം. അപ്പോ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഈ 12 നാമങ്ങളില് നേരെ സന്നിഹിതമായിരിക്കുന്ന ഒരു ശക്തിയാണ് സാക്ഷാൽ ദേവി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ദേവി ചേരുമ്പോഴാണ്, ദേവിയാണെങ്കിൽ 9 പ്രധാനം. അപ്പൊ ദേവിയുടെ 9. അപ്പോ 108 നാമങ്ങളുടെ ആ ഒരു സംക്ഷിപ്തമാണ് 12. 12ഉം 9ഉം ചേർന്നാൽ വീണ്ടും 108 വരും. അത് 9 ദേവീ സങ്കല്പമാണ്. അപ്പോ സാക്ഷാൽ നേരെ ദേവീ സങ്കല്പം ചേർന്നതായിരിക്കുന്ന 12 നാമങ്ങളാണ്. അപ്പൊ കൃഷ്ണന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൃഷ്ണനില് കാളിയുണ്ട് എന്നുള്ളതാണ്. കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധമായിരിക്കുന്ന നാരായണ ഭാവത്തിലേക്ക് കാളി നേരെ പ്രവേശിച്ചപ്പോഴാണ് കൃഷ്ണ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ശക്തി വരാൻ കാരണം. അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് നേരെ 12 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പൊ ഈ ദ്വാദശേതാനി നാമാനി എന്നാണ് പറയുന്നത്. ദ്വാദശേതാനി നാമാനി അത് നിത്യേന അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ എന്താണോ അതില്ലാതെയായിട്ട് തീരും. അതേപോലെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഇപ്പൊ നമുക്കൊരു ജോലിയാണെങ്കിൽ ജോലി, അതല്ല നമുക്ക് ഉത്തമയായിരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യ, സന്താനമാണെങ്കിൽ സന്താനം. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ അത് നേരെ എല്ലാ ഭാഗത്തേക്കും കൃഷ്ണന്റെ എല്ലാ ഭാഗത്തേക്കും ചേർന്നതാണ്. അതുകൊണ്ടാണ് ദ്വാദശനാമങ്ങൾ ജപിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ അതില് 2 കാര്യങ്ങളാണ്. ദ്വാദശനാമം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ദേവിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാളി സംബന്ധമാണ്. അതുകൊണ്ടാണ് കൃഷ്ണനില് കാളിയുണ്ട്, കൃഷ്ണ പൂജയിൽ കാളിയും വരുന്ന. അപ്പൊ കാളിയും കൃഷ്ണനും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ഐക്യത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. സാധാരണഗതിയിൽ 108 നാമങ്ങളാണ് എല്ലാ അർച്ചനകൾക്കൊക്കെ എടുക്കുക. കൃഷ്ണന്റെ വിഷ്ണുവിന്റെ 108 നാമങ്ങളാണ്. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതില് നേരെ അതിന്റെ ആ ഒരു സാരാംശമാണ് 12. അപ്പൊ 12ല് നേരെ അത് ചേർന്നതായിരിക്കുന്നത് അതിൽ കാളിയുണ്ട്. കാളി എന്ന് വെച്ചാൽ ദേവി, ആ സാക്ഷാൽ ഭദ്രകാളി എന്ന് വെച്ചാൽ ദേവി തന്നെയാണ്. അപ്പൊ ദേവിയും കൂടെ ഉള്ളത് കൊണ്ട് പൂർണ്ണ ഫലം തരുന്ന ഏത് കാര്യത്തിനും
പൂർണ്ണ ഫലം തരുന്നത് ദേവിയുമായിട്ട് ചേരണ സമയത്താണ്. അതുകൊണ്ടാണ് നേരെ കൃഷ്ണ മന്ത്രങ്ങളൊക്കെ തന്നെ നേരെ ക്ലീംകാരം ചേർത്തിട്ടാണ് പറയുന്നത്. വിഷ്ണുവിൻ്റെതുണ്ട്, വിഷ്ണുവിന്റെ മന്ത്രം എന്ന് വെച്ചാൽ നേരെ കൃഷ്ണമന്ത്രം തന്നെയാണ്. അപ്പോൾ അവതാര വിഷ്ണുവായിരിക്കുന്ന കൃഷ്ണന്റെ മന്ത്രങ്ങൾക്ക് ക്ലീം എന്നുള്ളതായിരിക്കുന്ന യോഗമായാദേവിയുടെ ബീജാക്ഷരം ചേർന്നതാണ് കൃഷ്ണമന്ത്രം. അതാണ് കൃഷ്ണമന്ത്രം പറയുമ്പോൾ നമ്മൾ ക്ലീം കൃഷ്ണായ നമ എന്ന് പറയും. അത് യോഗമായാദേവിയുടെ ബീജാക്ഷരം ചേർന്നതാണ്. അത് തന്നെയാണ് 12 നാമങ്ങൾ. അതുകൊണ്ടാണ് 12 നാമങ്ങള് നമുക്ക് സദാസമയത്തും ജപിക്കാം. രാവിലെ, വൈകുന്നേരം, മധ്യാഹ്നത്തിൽ 3 കാലങ്ങളിൽ ജപിക്കണം. ത്രികാലം യ പഠേ നിത്യം എന്നാണ് പറയാം. ത്രികാലം യ പഠേ നിത്യം. അപ്പൊ സർവസിദ്ധികരം ഭവേത് എന്ന് പറയും. അപ്പൊ എല്ലാ സിദ്ധികളും നമുക്കുണ്ടാകും. അപ്പോ നമുക്ക് നേരെ ധനധാന്യ സമൃദ്ധിയല്ല, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പില് ഒരു അംഗീകാരം ഉണ്ടാവും. നമുക്ക് മറ്റുള്ളവരുടെ ആ മനസ്സിനെ കീഴടക്കാനായിട്ട് സാധിക്കും. അതാണ് 12 നാമങ്ങളുടെ പ്രത്യേകത, ഭഗവാന്റെ 12 നാമങ്ങളുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മറ്റെല്ലാ നാമങ്ങളും ജപിക്കേണ്ട ആവശ്യമില്ല. വേറെ കൃഷ്ണന്റേതായിരിക്കുന്ന നാമങ്ങൾ വേറെയുണ്ട്. 16 നാമങ്ങളുണ്ട്, 21 നാമങ്ങളുണ്ട്, പിന്നെ 108 നാമങ്ങളുണ്ട്, നിരവധി നാമങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഈ 12 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും തീരും. അത് മാത്രമല്ല, പാപങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുകയും ചെയ്യും. അതാണ് ഈ 12 നാമങ്ങൾ ജപിക്കണം എന്ന് പറയാനുള്ളതായിരിക്കുന്ന കാരണം. അപ്പൊ ആ 12 നാമങ്ങളെ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിജയങ്ങളും ഏത് കാര്യത്തിലും അതിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നേരെ ഏത് സമയത്തും നമ്മൾ കൃഷ്ണനെ ആരാധിക്കുമ്പോൾ കൃഷ്ണന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തി നമ്മുടെ കൂടെ വരും. ആ ശക്തിയാണ് കാളി എന്ന് പറയുന്നത്. അതാണ് കൃഷ്ണനും കാളിയും ആണ് ഈ കലികാലത്തിൽ നമ്മളെ ഏത് ആപത്തിൽ നിന്നും കാത്തു രക്ഷിക്കുന്നത്. അപ്പൊ അത് കൃഷ്ണന്റെ ഈ 12 നാമങ്ങളിൽ കാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആ 12 നാമങ്ങളുടെ പ്രത്യേകത. അതാണ് നമ്മൾ 12 നാമങ്ങൾ ജപിക്കണം. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ സർവസിദ്ധികരം വരം എന്നാണ്. എല്ലാ സിദ്ധികളും നമുക്ക് കയ്യിലേക്ക് വരും. അതാണ് 12 നാമങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയും. ശ്രീകൃഷ്ണ ഭഗവാന്റേതായിരിക്കുന്ന 12 നാമ സ്തോത്രം ഉണ്ട്, 12 നാമങ്ങൾ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് പറയുക. അപ്പൊ അതാണ് അതിലെ ആ ശ്ലോകത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ശൃണുധ്വം മുനയഃ സർവേ ഗോപാലസ്യ മഹാത്മനഃ അനന്തസ്യ പ്രമേയസ്യ നാമ 12 സ്തവം. അപ്പോ ആ സാക്ഷാൽ ഭഗവാന്റേതായിരിക്കുന്ന ഗോപാലൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, വൃന്ദാവനത്തിലെ കൃഷ്ണൻ ഗോപാലൻ. ആ കൃഷ്ണന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ 12 നാമങ്ങള് നേരെ ജപിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളതാണ് പറയുക. അപ്പൊ അതില് നേരെ പറയുന്നത് ഇത് ആര് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തത് ആരാണ്? സാക്ഷാൽ അർജുനായ പുരാഗീതം ഗോപാലേന മഹാത്മന. അപ്പൊ ഇത് നേരെ ഗോപാലൻ, അതായത് സാക്ഷാൽ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതാണ്. അർജുനനാണ് ഇത് ആദ്യം പാടിയത്, അർജുനനാണ് ഇതാദ്യം ജപിച്ചത്. ദ്വാരകായാം പ്രാർത്ഥയതേ യശോയാദാശ്ച സന്നിധോ. അപ്പോ യശോദാദേവിയുടെ സാന്നിധ്യത്തിൽ ദ്വാരകയിൽ വെച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു. അപ്പൊ അത് നേരെ അർജുനൻ നേരെ യശോദയെ പാടിക്കേൽപ്പിച്ചു. അപ്പൊ നേരത്തെ തന്നെ ഇത് അർജുനനറിയാം. അർജുനൻ യശോദയെ പാടിക്കേൽപ്പിച്ചു എന്നാണ് പറയാൻ. അതുകൊണ്ടാണ് ഈ 12 നാമങ്ങളുടെ ഋഷി എന്ന് പറയുന്നത് ഗോപാല ഋഷി എന്നാണ് പറയുന്നത്. ഗോപാല ഋഷിയാണ്, അനുഷ്ടുപ്പാണ് ഛന്ദസ്, പരമാത്മാ ദേവതയായിട്ടാണ് പറയുന്നത്. അപ്പോ സാക്ഷാൽ ഗോപാലകൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ശ്ലോകരൂപത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അതിൽ ഓരോ നാമാവലിയായിട്ടും പറയാം. അപ്പോൾ അതിന് ഏത് പ്രധാനപ്പെട്ട നാമങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഒക്കെ തന്നെ നേരെ ഋഷി ഛന്ദസ് ദേവതയുണ്ട്. അതാണ് ഗോപാല ഋഷി. അതേപോലെ അനുഷ്ടുപ്പ് ഛന്ദ. പിന്നീട് ദേവത പരമാത്മാവ് ദേവതയാണ്, ശ്രീകൃഷ്ണ പരമാത്മാവ് ദേവതയാണ്. ഇനി അതിന്റെ ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനവും കൂടി ചൊല്ലിക്കഴിഞ്ഞാലാണ് പൂർണ്ണ ഫലം കിട്ടുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കേണ്ടതാണ്. അപ്പൊ ആ രൂപം നമ്മൾ ധ്യാനിക്കണം.
അപ്പൊ ആ ധ്യാനിക്കേണ്ട രൂപം എന്താണ്? ആ ധ്യാനിക്കേണ്ട രൂപമാണ് ജാനുഭ്യാമഭിധാവന്തം ബാഹുഭ്യാമഭി സുന്ദരം സകുണ്ടലാലാലകം ബാലം ഗോപാലം ചിന്തയേദുഷ എന്നാണ് പറയാം. അതായത് രാവിലെ തന്നെ ഉഷക്കാലത്ത് നേരെ സാക്ഷാൽ ആ ഗോപാലനെ ധ്യാനിക്കുമ്പോൾ എന്ത് വേണം? ജാനുഭ്യാമഭിധാവന്തം ബാഹുഭ്യാമി സുന്ദരം, ഭഗവാന്റെ സുന്ദരമായിരിക്കുന്ന ജാനു, അതായത് കാൽമുട്ട് ധ്യാനിക്കണം. പിന്നീട് ബാഹുക്കളെ നേരെ സുന്ദരമായി ധാനുക്കളെ ധ്യാനിക്കണം. അവത് മനസ്സിൽ ധ്യാനിക്കണമെന്നാണ്. സ കുണ്ടലലാലകം ബാലം ഗോപാലം ചിന്തേൽഷാം, കാതില് നേരെ കുണ്ഡലങ്ങൾ ധരിച്ചതായിരിക്കുന്ന ആ സാക്ഷാൽ കൃഷ്ണനെ രാവിലെ ഉഷക്കാലത്തിൽ ചിന്തിക്കണം എന്നാണ് അതിന്റെ ധ്യാനത്തിൽ പറയാം. അപ്പോ ഇനി ആ ഏതൊക്കെയാണ് നാമങ്ങൾ എന്ന് പറയും. 12 നാമങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ അത് ശ്ലോകരൂപത്തിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിലൊന്ന് ഇതാണ്. പ്രഥമം തു ഹരിം വിദ്യാൽ, ഒന്നാമത്തെ നാമമാണ് ഹരി എന്നുള്ളതായിരിക്കും നാമം. അപ്പോ ദ്വാദശനാമങ്ങൾ ഒന്നാമത്തെ നാമം ഹരിയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ എന്താണ്? നേരെ വിദ്യാ ദ്വിതീയം കേശവം തഥാ, രണ്ടാമത്തെ നാമം എന്താണ്? നേരെ കേശവം എന്നാണ്. അപ്പോ ഒന്നാമത്തെ നാമം ഹരി, രണ്ടാമത്തേത് കേശവം എന്ന് പറയും. തൃതീയം പത്മനാഭഞ്ച, മൂന്നാമത്തെ നാമം ഏതാണ്? പത്മനാഭൻ എന്നാണ്. പത്മനാഭനാണ് മൂന്നാമത്തെ നാമം. ചതുർത്ഥം വാമനം തഥാ, അപ്പൊ നാലാമത്തെ നാമം ഏതാണ്? നേരെ വാമനൻ എന്നാണ്. അപ്പോ 4 നാമങ്ങൾ പറഞ്ഞു. ഒന്ന് ഹരി, അതേപോലെ കേശവൻ, പിന്നെ പത്മനാഭൻ, പിന്നെ വാമനൻ. പഞ്ചമം വേദഗർഭം തു, അപ്പൊ വേദഗർഭൻ എന്നൊരു നാമമുണ്ട്, അതാണ് 5ാമത്തെ നാമം എന്ന് പറയും. ഷഷ്ടം തു മധുസൂദനം, 6ാമത്തെ നാമമാണ് മധുസൂദനൻ. വെച്ചാൽ മധുകേടവന്മാരെ നിഗ്രഹിച്ചത്, അതുകൊണ്ടാണ് മധുസൂദനായത്. മധുസൂദനം. സപ്തമം വാസുദേവം ജ, 7ാമത്തെ നാമം എന്താണ്? വാസുദേവൻ. വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ, അത് 7ാമത്തെ നാമമാണ് എന്നാണ്. വാരാഹം ച അഷ്ടമം തഥാ, അപ്പോ വാരാഹം എന്നാണ് പറയാ. വരാഹമൂർത്തിയായിട്ട് അവതരിച്ചുകൊണ്ട് വാരാഹം. അപ്പോ വാരാഹം എന്നുള്ളതാണ് 8ാമത്തെ നാമമായിട്ട് പറയാം. നവമം പുണ്ഡരീകാക്ഷം, പുണ്ഡരീകാക്ഷൻ എന്നാണ് 9ാമത്തെ നാമമായിട്ട് പറയാ. അപ്പോ നവമം പുണ്ഡരീകാക്ഷം. ദശമം തു ജനാർദ്ദനം, 10ാമത്തെ നാമം എന്താണ്? ജനാർദ്ദനൻ എന്നാണ് 10ാമത്തെ നാമമായിട്ട് പറയാം. അതേപോലെ പിന്നീട് 11ാമത്തെ നാമമായിട്ട് വരുമ്പോൾ ഏത് വരും? 11ാമത്തെ നാമം സാക്ഷാൽ കൃഷ്ണം ഏകാദശം പ്രോക്തം. 11ാമത്തെ നാമമാണ് കൃഷ്ണ എന്നാണ് പറയാം. കൃഷ്ണൻ എന്നാണ്. അപ്പോ നേരെ ശ്ലോക രൂപത്തിൽ പറഞ്ഞ കൃഷ്ണം തു ഏകാദശം. 11ാമത്തത് കൃഷ്ണ എന്നുള്ളതായിരിക്കുന്ന നാമമാണ്. പിന്നീട് നേരെ അടുത്തതായിട്ട് വരുന്നത് ദ്വാദശം ശ്രീധരം തഥാ. 12ാമത്തെ നാമം എന്താണ്? ശ്രീധരൻ എന്നുള്ള നാമമാണ്. അപ്പോ 12 നാമങ്ങൾ എങ്ങനെയാണ് വരിക? 12 നാമങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്ന് ഹരി, പിന്നീട് കേശവൻ, പിന്നീട് പത്മനാഭൻ, വാമനൻ, അതേപോലെ പിന്നീട് വേദഗർഭൻ, മധുസൂദനൻ, അതേപോലെ വാസുദേവൻ, വാരാഹം, പിന്നെ സാക്ഷാൽ നവമം പുണ്ഡരീകാക്ഷൻ, പിന്നീട് ജനാർദ്ദനൻ എന്ന് പറയും, പിന്നെ കൃഷ്ണൻ, പിന്നെ ശ്രീധരൻ. അങ്ങനെ 12 നാമങ്ങളാണ് നേരെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നേരെ അതിന്റെ ഫലം എന്താണ്? ഏവം ദ്വാദശനാമാനി മയാ പ്രോക്താനി ഫൽഗുന. അപ്പൊ ഇങ്ങനെ സാക്ഷാൽ ആ ഭഗവാൻ, ആ ഗോപാലൻ എന്ന് പറയുന്നതായിരിക്കുന്ന വൃന്ദാവനത്തിലെ കൃഷ്ണൻ. അപ്പൊ നേരെ അതിനെ ഗോപാല ഋഷി എന്നാണ് പറയുന്നത്. അപ്പൊ ഗോപാലൻ പറഞ്ഞു കൊടുത്തു, അർജുനായിട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മയാ പ്രോക്താനി ഫൽഗുന കാലത്രയം പടേദ്യസ്തു. 3 കാലത്തിലും വായിക്കണം എന്നാണ്. 3 കാലത്തിലും മനസ്സിൽ ഉരുവിടണം. 3 കാലം എന്ന് വെച്ചാൽ എന്താണ്? പ്രാതകാലം, മധ്യാഹ്നം, അതേപോലെ സായങ്കാലം. ഈ 3 കാലത്തിൽ ഉരുവിട്ടാൽ എന്താ ഫലം? പഴയദ്യസ്തു തസ്യ പുണ്യഫലം ശൃണു, പുണ്യമായിരിക്കുന്ന ഫലങ്ങൾ കിട്ടും എന്നാണ്. പ്രത്യേകിച്ച് ചാന്ദ്രായണ സഹസ്രസ്യ കന്യാദാന ശതസ്യ. അപ്പൊ ചാന്ദ്രായണം എന്ന് പറയുന്നത് നേരെ ഓരോരോ വ്രതങ്ങളാണ്, ഓരോരോ യാഗങ്ങളാണ്. ചാന്ദ്രായണ മഹായാഗങ്ങളൊക്കെ നടത്തും. അപ്പോ 1000 ചന്ദ്രായണ യാഗം നടത്തി കഴിഞ്ഞാല്, അതായത് പൂർണ്ണ ചന്ദ്രന്റെ ഉദിച്ചിരിക്കുന്ന സമയത്ത് നടത്തുന്ന യാഗങ്ങളാണ് നേരെ ചന്ദ്രായണം എന്ന് പറയാം. അപ്പോ
ആ പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ നടത്തുന്നതായിരുന്ന പൗർണമി യാഗങ്ങള് അത് 1000 നടത്തിയ ഫലമാണ് കിട്ടുക. പിന്നെന്താണ് കന്യാദാന ശതസ്യ, 100 കന്യകമാരെ ദാനം ചെയ്താൽ കിട്ടുന്ന ഫലമുണ്ട്. കന്യാദാനം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പൊ 100 കന്യകമാരെ നേരെ ദാനം ചെയ്തു കൊടുത്തു, അവർ വിവാഹം നടത്തി കൊടുത്തു. 100 കന്യകമാരുടെ വിവാഹം നടത്തി കൊടുത്ത ഫലം അശ്വമേധ സഹസ്രസ്യ. അപ്പൊ അശ്വമേധം എന്ന് പറഞ്ഞാല് നേരെ ആ യാഗം ഒരു യാഗമാണ് അശ്വമേധം. ഇപ്പൊ ലോകം മുഴുവൻ കീഴടക്കിയതായിരിക്കുന്ന യാഗമാണ് അശ്വമേധം എന്ന് പറയാം. അശ്വമേധ അങ്ങനെ 1000 അശ്വമേധ യാഗം നടത്തിയ ഫലം കിട്ടും. അപ്പൊ ഫലം ആപ്നോതി ഭാനവാം. അപ്പൊ ഇത്രയും നേരെ ഫലങ്ങള് ഈ 12 നാമങ്ങൾ ജപിച്ചാൽ മതി എന്നാണ് പറയാം. അതുകൊണ്ടാണ് നേരെ കൂടുതൽ നാമങ്ങൾ ജപിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഈ 12 നാമങ്ങൾ നമ്മൾ ജപിക്കണം. ആ 12 നാമങ്ങൾ നമ്മുടെ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ നേരെ ഹരി, കേശവൻ, അതേപോലെ തന്നെ പത്മനാഭൻ, വാമനൻ, പിന്നീട് വേദഗർഭൻ, മധുസൂദനൻ, പിന്നെ സാക്ഷാൽ വാസുദേവൻ, വാരാഹം വെച്ചാൽ വരാഹമൂർത്തിയെ ഉദ്ദേശിച്ചിട്ട് വാരാഹം എന്ന് പറയുന്നത്, പിന്നീട് പിന്നെ പുണ്ടരീകാക്ഷൻ, ജനാർദ്ദനൻ, കൃഷ്ണൻ അല്ലെങ്കിൽ നേരെ ശ്രീധരൻ, അങ്ങനെ 12 നാമങ്ങൾ. അത് മനസ്സിൽ ഹൃദയസ്ഥമായിട്ട് പഠിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ വഴി കൃഷ്ണനെ ധ്യാനിക്കുക. പിന്നെ മധ്യാഹ്നത്തില്, പിന്നെ വൈകുന്നേരം നമുക്കൊരു സന്ധ്യാസമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാര്യങ്ങളും സാധിക്കും. അപ്പൊ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക്, സമയമില്ലാത്തവർക്ക്, ജോലി തിരക്കുള്ളവർക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ആ തിരക്കുള്ള ജീവിതത്തിലെ ജോലിക്കാലം, ഇപ്പോൾ IT മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 24 മണിക്കൂർ, 10-12 മണിക്കൂർ വർക്ക് കഴിയും. അപ്പൊ അതിന് ഇടയ്ക്ക് ഈ സമയം നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ രാവിലെ 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, അതേപോലെ വൈകുന്നേരം 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. ആ ഈ 12 നാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടാൽ മാത്രം മതി. ഒരു പ്രാവശ്യം ഉരുവിട്ടാൽ മതി. അപ്പൊ 3 പ്രാവശ്യം 3 കാലങ്ങളിൽ ഉരുവിട്ടാല് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. അതാണ് സാക്ഷാൽ ആ ദ്വാദശനാമസ്തോത്രത്തിന്റെ ഫലമായിട്ട് പറയുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.